السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനമുള്ള സെയ്ദ് ഹസൻ തങ്ങൾ, ഹാമിദ് തങ്ങൾ, മറ്റു ഉസ്താദുമാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഞാനിത് നീട്ടി സംസാരിക്കൂല. അടുത്ത് തന്നെ ട്രെയിനിൽ പോകേണ്ടതുകൊണ്ട് വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നിർത്തും. ഇന്ന് നമ്മുടെ ഈ ഫെസ്റ്റിൻ്റെ പ്രമേയം മദീന എന്ന രാഷ്ട്രത്തെക്കുറിച്ചാണ്. നേരത്തെ ഉസ്താദുമാർ ചില സൂചനകളൊക്കെ അതിലേക്ക് നൽകി. എനിക്ക് ആദ്യമേ മുഖവുര എന്നുള്ള നിലക്ക് പറയാനുള്ളത്, മദീനയെ ഒരു രാഷ്ട്രമായി അവതരിപ്പിക്കാൻ ഇവിടെ വളരെ വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മദീനയെ രാഷ്ട്രമാക്കുന്നതിൻ്റെ പിന്നിൽ വളരെ വലിയ താല്പര്യവുമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി, ഇഖ്വാനുൽ മുസ്ലിമൂൻ അഥവാ മുസ്ലിം ബ്രദർഹുഡ് തുടങ്ങിയ സംഘടനകളൊക്കെ രാഷ്ട്രം സ്ഥാപിച്ചാൽ മാത്രമാണ് ഒരു മുസ്ലിമിൻ്റെ ഈമാൻ സമ്പൂർണ്ണമാകൂ. അഥവാ അൽ ഹുക്കൂമത്തുൽ ഇലാഹിയ, ഹുക്കൂമത്തെ ഇലാഹി എന്നുള്ളത് തൗഹീദിൻ്റെ അനിവാര്യ ഭാഗമാണ്. അതുകൊണ്ട് രാഷ്ട്രം നിർബന്ധമാണ് എന്നുള്ളത് സമർത്ഥിക്കാൻ മദീന എന്ന രാഷ്ട്രം എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. യഥാർത്ഥത്തിൽ മദീന ഒരു ഇന്ന് പറയുന്നത് പോലൊരു രാഷ്ട്രമായിരുന്നോ? ഇന്ന് പറയുന്ന ദേശരാഷ്ട്രങ്ങളെപ്പോലെയുള്ള സമ്പൂർണ്ണ ഒരു രാഷ്ട്രമല്ല. എങ്കിലും ഇസ്ലാമിക രാഷ്ട്രത്തിനും രാഷ്ട്രീയ വ്യവസ്ഥിതിക്കുമുള്ള എല്ലാ അടിത്തറയും മദീനയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോയത്, മദീനയിലേക്ക് ഹിജ്റ പോയത് രാഷ്ട്രം സ്ഥാപിക്കാനാണ് എന്നും പറഞ്ഞു നടക്കുന്നവരുണ്ട്. അബിസീനിയയിലേക്ക് പോവാമായിരുന്നു, വേറെ പലയിടത്തേക്കും പോവാമായിരുന്നു. അവിടെ നിന്നും പോവാതെ മദീനയിൽ പോയത് രാഷ്ട്രം സ്ഥാപിക്കാനാണ്. അതുകൊണ്ടൊരു മുസ്ലിമിൻ്റെ അടിസ്ഥാന ബാധ്യത രാഷ്ട്രം സ്ഥാപിക്കലാണ് എന്നും ഇക്കൂട്ടരൊക്കെ വാദിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പോയത് മദീന ഒരു രാഷ്ട്രമാക്കാനോ അങ്ങനെ രാഷ്ട്രം സ്ഥാപിക്കാനോ അല്ല. അങ്ങനെ ലോകത്ത് ഒരാളും പറഞ്ഞിട്ടില്ല. എന്നല്ല, ഓരോ മുസ്ലിമിനോടുള്ള ഒരു കടപ്പാടോ കടമയോ അല്ല രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളത്. നിങ്ങളൊക്കെ ശറഹുൽ അഖായിദയും മറ്റ് കിതാബുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നസ്ബുൽ ഇമാമി വാജിബുൻ, ഒരു ഇമാമ് വേണം, രാഷ്ട്രം സ്ഥാപിക്കണം, അത് നിർബന്ധമാണ്. ആരുടെ മേൽ നിർബന്ധമാണ്? അത് നമ്മെപ്പോലെയുള്ള ആഹാദുന്നാസ് എന്നല്ല അതിന് പറയുക, ആഹാദുന്നാസ് എന്നാണ് പറയുക. ഇതുപോലത്തെ ആഹാദുന്നാസിൻ്റെ മേലിലല്ല അത് നിർബന്ധം. അഹ്ലുൽ ഹല്ലി വല്ലഖദ്, ലോക മുസ്ലിങ്ങളിലെ ഏറ്റവും പ്രഗത്ഭരായ രാഷ്ട്രനായകർ, അതുപോലെ വളരെ വലിയ പണ്ഡിതന്മാർ, അത്തരം ആളുകളുടെ മേലിൽ മാത്രം നിർബന്ധമായതാണ് ഒരു ഇമാമിനെ നിയമിക്കുക എന്നുള്ളത്. പക്ഷേ അതിന് വിരുദ്ധമായി ഇന്ന് നമ്മുടെ നാട്ടിലെ ചില തൽപര കക്ഷികൾ, അവർ ഇന്ത്യ പോലത്തെ രാഷ്ട്രങ്ങളിൽ വരെ വളരെ മതേതരത്വത്തോടു കൂടി സെക്യുലറായിട്ട് ജീവിക്കുന്ന നമ്മളുടെ നാടുകളിൽ പോലും ഈ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. നമുക്കറിയാം, സിമി എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ നിരോധിക്കപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് അവരെ നിരോധിച്ചത്? അവരുടെ അടിസ്ഥാന ആശയം ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമായി മാറ്റണം എന്നുള്ളതായിരുന്നു. സെക്യുലറിസം എന്നുള്ളത് നമ്മളുടെ ഭരണഘടന അനുവദിക്കുന്ന ഏറ്റവും നല്ലൊരു ക്ലോസായിരിക്കെ ആ സെക്യുലറിസത്തെ എടുത്തു കളഞ്ഞ് ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണം എന്ന് അവർ വാദിച്ചപ്പോഴാണ് അവരെ മുസ്ലിം പണ്ഡിതന്മാർ ഒഴിവാക്കിയത്. നമ്മളുടെ രാഷ്ട്ര നായകന്മാർ, ഭരണകർത്താക്കൾ അവരെ നിരോധിച്ചത്. ഇസ്ലാം ഒരിക്കലും ഇത്തരം രാഷ്ട്രങ്ങളിലൊക്കെ വന്ന് ഫിത്നയുണ്ടാക്കി, ഫസാദുണ്ടാക്കി, പ്രശ്നങ്ങളുണ്ടാക്കി ആ നാട്ടിലൊക്കെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്നപ്പോൾ അവിടുത്തെ ജനങ്ങളൊക്കെ, മദീനയിൽ അക്കാലത്തിന് മുമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിന് മുമ്പ് ഒരു ഭരണവ്യവസ്ഥിതി ഇല്ല. അവിടെ ഗോത്രങ്ങൾ ഭിന്നിച്ച് ഓരോ ഗോത്രങ്ങളായിട്ട് ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മതങ്ങൾക്ക് ഒക്കെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിൻ്റെ അപ്പുറം ഒരു സംഘടിതമായൊരു ഭരണം മദീനയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ
മദീനയിൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ ആളുകളങ്ങ് ഭരണാധികാരി, അവിടുത്തെ സ്പിരിച്വൽ ആൻഡ് പൊളിറ്റിക്കൽ ലീഡറാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായതാണ്. അല്ലാതെ ഒരു രാഷ്ട്രത്തിൽ പോയി അവിടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണമെന്നോ, അങ്ങനെ രാഷ്ട്രം സ്ഥാപിച്ചാൽ മാത്രമാണ് നമ്മുടെ ഈമാൻ സമ്പൂർണ്ണമാകുന്നത് എന്നോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നബി തങ്ങളുടെ ഈമാൻ സമ്പൂർണ്ണമായിരുന്നില്ല എന്നോ, ലോകത്തെ ലക്ഷക്കണക്കിന് സ്വഹാബത്ത് മദീനയിൽ നിന്ന് ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട്, ഹിജറ പോയിട്ടുണ്ട്, അതാത് നാടുകളിൽ അമുസ്ലിം ഭരണാധികാരികൾക്ക് കീഴൊതുങ്ങി ജീവിച്ചിട്ടുണ്ട്, അവരുടെയൊക്കെ ഈമാന് നഷ്ടപ്പെട്ട ഈമാനായിരുന്നുവെന്നോ ഒന്നും നമ്മൾ വിശ്വസിക്കരുത് എന്ന് ഞാൻ ആമുഖമായി പറയുകയാണ്. ഇനി നമ്മൾ മദീനയെ വിലയിരുത്തുമ്പോൾ, ഒരു രാഷ്ട്രത്തിൻ്റെ എല്ലാ ചേരുവകളും ഒത്തിണങ്ങിയ മദീനയെ നമ്മൾ വിലയിരുത്തുമ്പോൾ എന്താണ് ലോകത്തിന് മദീന നൽകുന്ന സംഭാവന? ഞാൻ ഒരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലോ അന്ന ഫാത്തിമത സർഖത്ത്, എൻ്റെ മകൾ ഫാത്തിമ കട്ടാലും ലഖതഅതു യദഹ, ഞാൻ അവളുടെ കൈമുറിക്കും. ഇതൊരു ചെറിയൊരു പ്രസ്താവനയായിട്ട് നമ്മൾ നബിദിനത്തിന് പ്രസംഗിക്കലുണ്ട്. എൻ്റെ മകൾ ഫാത്തിമ കട്ടാലും ഞാൻ അവരുടെ കൈമുറിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസ്താവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തന്നെ അതിന് നമുക്ക് വളരെ വലിയ പ്രസക്തിയുള്ളൊരു വാചകമാണ്. ഇന്ത്യയിൽ 1000 ആളെ ഒരാളങ്ങോട്ട് കൊന്നു എന്ന് വെക്കുക. ആ 1000 ആളെ ഒരാൾ കൊന്ന് അദ്ദേഹത്തിന് സുപ്രീം കോടതി അടക്കം വധശിക്ഷ വിധിച്ചു. എങ്കിലും ഇന്ത്യൻ പ്രസിഡന്റിന് ഒരു അധികാരമുണ്ട്. ആ പ്രസിഡന്റിൻ്റെ അധികാരം നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 72 ക്ലോസ് അനുസരിച്ച്, ആർട്ടിക്കിൾ അനുസരിച്ച് പ്രസിഡന്റിൻ്റെ പവർ എന്താ? ഇന്ത്യയിൽ ഡെത്ത് പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, വധശിക്ഷ കൊടുത്ത ആർക്കും പ്രസിഡന്റിന് ഒരു കാരണവുമില്ലാതെ അവർക്ക് ആ വധശിക്ഷ ഒഴിവാക്കി കൊടുക്കാനുള്ള അധികാരമുണ്ട്. ആ അധികാരം എവിടുന്നാണ് കിട്ടുന്നത്? നമ്മളെ ഹോം മിനിസ്ട്രി, ആഭ്യന്തര മന്ത്രാലയം സജസ്റ്റ് ചെയ്തു, അങ്ങനെ നിർദ്ദേശിച്ചാൽ പ്രസിഡന്റ് അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ കൊട്ടിഘോഷിക്കപ്പെട്ട ഭരണഘടനയുടെ ഒരു ക്ലോസ് എന്ന് പറയുന്നത്. അത് ഗവർണർക്കുമുണ്ട്, ഓരോ സ്റ്റേറ്റിലെ ഗവർണർക്കുമുണ്ട് അധികാരം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് പഠിപ്പിച്ച മഹിതമായൊരാശയം, നമ്മുടെ നാട്ടിലെ പ്രസിഡന്റിൻ്റെ മകനോ മകളോ ഒരു ഡെത്ത് പണിഷ്മെൻറ്റിന്, ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ ഈ നാട്ടിൽ, ഇന്ത്യ നാട്ടിൽ അവരെ കൊല്ലുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ മകനോ മകളോ എന്തെങ്കിലും ഇത്തരം ഒരു പണിഷ്മെൻറ്റിന് വിധേയമായാൽ അവർക്ക് വധശിക്ഷ കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്ക്, ഭരണത്തിൽ സ്വാധീനമുള്ളവർക്ക് വധശിക്ഷയിൽ നിന്നും മറ്റ് പല ശിക്ഷകളിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള എല്ലാ അധികാരവും കൊടുത്ത ഒരു ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന. ആ ഭരണഘടന മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുക. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? എൻ്റെ മകൾ ഫാത്തിമ കട്ടാലും ഞാൻ അവരുടെ കൈ മുറിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എത്ര വലിയ പ്രസക്തിയുണ്ട്. നമ്മളെ ഭരണഘടന അനുസരിച്ച് പ്രസിഡന്റിന് ഇത്തരം വിഷയങ്ങളിൽ 6 അധികാരങ്ങളുണ്ട്. അതിലൊന്നാണ് പാർഡൻ. മുഴുവനായിട്ടും അയാൾക്ക് പുറത്തു കൊടുക്കാം. അയാൾക്ക് ഇനി ജയിൽവാസം പോലും വേണ്ട, 100% വിടുതി അനുവദിച്ച് വീട്ടിൽ പോകാൻ പറയാം. രാജീവ് ഗാന്ധി വധക്കേസിൽ ഇപ്പം അടുത്ത് നമ്മളത് കണ്ടതാണ്. അങ്ങനെ വിട്ടയക്കാം. ഇനി വേണമെങ്കിൽ ശിക്ഷ, വധശിക്ഷയെ ലഘൂകരിക്കാം, ഇനി ഫൈനിനെ ലഘൂകരിക്കാം, ഇല്ലെങ്കിൽ കാലതാമസം, നാളെ കൊല്ലേണ്ട ആൾക്ക് അതൊരു 10 കൊല്ലം കഴിഞ്ഞിട്ട് കൊല്ലാൽ മതി, അങ്ങനെ കാലതാമസം അനുവദിക്കാം. ഇങ്ങനെ പലതരത്തിലും അധികാരം നമ്മുടെ പ്രസിഡന്റിനും ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും നൽകുന്ന ഭരണഘടനയാണ് ലോകത്തുള്ള പല ഭരണഘടനകളും, നമ്മുടെ ഇന്ത്യ രാജ്യത്തിലടക്കം. ഇവിടെയാണ് നമ്മളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ജുഡീഷ്യറിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ ഓരോ വിഷയങ്ങളെടുത്താലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രമാത്രം സൂക്ഷ്മമായിട്ടാണ് മദീന എന്ന ആ രാഷ്ട്രത്തെ അല്ലെങ്കിൽ ആ സംവിധാനത്തെ ലോകത്തിനു മുമ്പിൽ വളരെ കണിശമായി അവതരിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഭരണഘടന ഏതാണ്? അതിൽ ഒരഭിപ്രായവുമില്ല. ലോകത്തിലെ ഏറ്റവും എഴുതപ്പെട്ട ആദ്യത്തെ ഭരണഘടന സ്വഹീഫത്തുൽ മദീനയാണ്. സ്വഹീഫത്തുൽ മദീന എന്ന് പറഞ്ഞാൽ മദീന ചാർട്ടർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയപ്പോൾ അവിടെ യഹൂദരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട് കുറച്ച്, അതുപോലെ മജൂസികൾ, തീയാരാധകരുണ്ട്, അങ്ങനത്തെ പല ആളുകളും ഉണ്ട്. ഇവർക്കൊക്കെ ഇവിടെ ജീവിക്കണ്ടേ? മുസ്ലിങ്ങൾ മാത്രം മദീനയിൽ ജീവിച്ചാൽ മതിയോ? പോരാ. എല്ലാ ആളുകളും സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ഈ മദീനയിൽ ജീവിക്കണം. ആർക്കും ഒരാളും വിഷമം സൃഷ്ടിക്കാൻ പാടില്ല. എല്ലാവർക്കും സന്തോഷമുണ്ടാവണം. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുന്ന് ഒരു പ്രഖ്യാപനം നടത്തിയാൽ മതിയായിരുന്നു. ഇനി ആരും ആരെയും ഉപദ്രവിക്കരുത്, ഞാനിവിടെ ഉണ്ടാവും, എൻ്റെ സമ്മതമല്ലാതെ ഇനി ആരും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയല്ല ചെയ്തത്. എന്താണ് നബി തങ്ങൾ ചെയ്തത്? ആദ്യം തന്നെ ആ അത്തരം ആളുകളെ, എല്ലാ മതന്യൂനപക്ഷങ്ങളെയും എത്നിക്കായിട്ടുള്ള ന്യൂനപക്ഷങ്ങളെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഒരു ചാർട്ടർ ഉണ്ടാക്കി. എന്നാണ് ലോകത്തിൻ്റെ ഭരണഘടന എന്നുള്ളൊരു പദം, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പദം പടിഞ്ഞത്? അതൊക്കെ 1800-കളിലാണ് ലോകത്ത് നിയമങ്ങൾ തന്നെ വരുന്നത്. ഞാൻ മുത്തഅല്ലിമീങ്ങളായതുകൊണ്ട് ഒരു ചെറിയൊരു ഉദാഹരണം പറയുക. നിങ്ങളൊക്കെ ബികോം പഠിക്കുന്നവരുണ്ടെങ്കിൽ ഒരല്പം നിങ്ങൾക്കൊക്കെ അറിയാം, മെർക്കൻറ്റൈൽ ലോ, ബിസിനസ് ലോ എന്ന് പറയുന്ന ഒരു വിഷയം നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ പഠിക്കുമ്പോൾ അതേ വിഷയം തന്നെ നമ്മൾ ഫത്ഹുൽ മുഈനിൽ പഠിക്കുന്നു. 1200-300 വർഷം മുമ്പ് ഇസ്ലാമിക ലോകത്ത് എഴുതി വെച്ച അതേ കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ ആധുനിക നിയമം എന്ന് പറഞ്ഞ് ഇന്ന് നമ്മുടെ ബിസിനസ് ലോയിലും അതുപോലെ കമ്പനി ലോകളും ലേബർ ലോയിലും പ്രോപ്പർട്ടി ലോ എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്ത ലോകളായിട്ട് പഠിക്കുന്നത്. എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? മനുഷ്യന് നിയമങ്ങളെ മുഴുവൻ സംവിധാനിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ലോകത്ത് ഗ്രീക്കുകാരല്ല നിയമങ്ങൾ കൊടുത്തത്, യൂറോപ്യൻസ് സൃഷ്ടിച്ചെടുത്തതല്ല. യൂറോപ്യൻസൊക്കെ കക്ക പൊറുക്കി നടന്നിരുന്ന സമയത്ത്, അല്ലെങ്കിൽ മുറ്റത്ത് നിന്ന് അടുക്കളയിലേക്ക് തുപ്പിയിരുന്നൊരു സമയത്ത്, സാധാരണ എല്ലാവരും അടുക്കളയിൽ നിന്ന് മുറ്റത്തേക്കാണ് തുപ്പുക. എന്നാൽ അന്ന് യൂറോപ്യൻസൊക്കെ അടുക്കളയിൽ നിന്ന് മുറ്റത്തേക്ക് തുപ്പണം എന്ന് പോലും അറിയാതെ മുറ്റത്ത് നിന്ന് അടുക്കളയിലേക്ക് തുപ്പിയിരുന്ന കാലത്തിൻ്റെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്ത് ഓരോ മനുഷ്യനും ജീവിക്കാനുള്ള മുഴുവൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നിയമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംവിധാനിച്ചു. എന്നിട്ട് സാമ്രാജ്യത്വം, പണത്തിന് വേണ്ടിയിട്ട് മറ്റു മുതലാളിമാരെ കീശ വീർപ്പിക്കാൻ വേണ്ടിയിട്ട് ലോകം മൊത്തം കീഴടക്കിയതിൻ്റെ ഭാഗമായിട്ട് ഈജിപ്ത് പോലത്തെ രാഷ്ട്രങ്ങളെ കീഴടക്കി ഇസ്ലാമിക ടെക്സ്റ്റുകളെ യൂറോപ്യൻ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ നിയമങ്ങളാണ് സാമ്രാജ്യത്വ കോളനി കാലഘട്ടത്തിൽ ലോകത്ത് മൊത്തം പരന്നത്. നമ്മുടെ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക നിയമങ്ങളും ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമങ്ങളാണ്. അതിനുശേഷം ചില അമെൻമെൻറ്റുകൾ വന്നു എന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെ ഇന്ത്യൻ നിയമങ്ങൾ പോലും ഇസ്ലാമിക ഇത്തരം നിയമങ്ങളോട് പൂർണ്ണമായും കടപ്പെട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്തിന് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു പദം തന്നെ മനസ്സിലാകാൻ പിന്നീട് 1000 വർഷങ്ങളെടുത്തു. അതിനു മുമ്പ് തന്നെ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഓറൽ കോൺസ്റ്റിറ്റ്യൂഷൻ, വാചകത്തിലൂടെയുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന അല്ല ഉണ്ടാക്കിയത്. പിന്നെ ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി, ഒരു എഴുതിയ ഭരണഘടന ഉണ്ടാക്കി. ഇപ്പോൾ ബ്രിട്ടീഷ് ഭരണഘടന എഴുതിയ ഭരണഘടന അല്ല, അത് വാചകത്തിലുള്ള ഒരു കസ്റ്റമാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു റിട്ടൺ ഭരണഘടന ഇല്ല. നമ്മൾ ഇന്ത്യൻ ഭരണഘടന ഒരു റിട്ടൺ ഭരണഘടനയാണ്. എന്നാൽ ബ്രിട്ടീഷ് ഭരണഘടന റിട്ടൺ അല്ല, അത് ഓറലാണ്. എന്താ ഇതിൻ്റെ പ്രത്യേകത? നമ്മൾ വിചാരിക്കും ബ്രിട്ടീഷുകാരുടെ ഒരു മഹിതമായൊരു ആശയമാണ് എഴുതപ്പെടാത്ത ഭരണഘടന എന്നുള്ളത്. യഥാർത്ഥത്തിൽ ലോകം ഇത്രമാത്രം വികസിച്ചിട്ടും, അല്ലെങ്കിൽ ലോകം ഇത്രമാത്രം മുന്നോട്ട് പോയിട്ടും ഒരു റിട്ടൺ ഭരണഘടന എഴുതിയുണ്ടാക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അന്ന് വരെ ബ്രിട്ടനിലുണ്ടായിരുന്ന ചില ആചാരങ്ങൾ, ചില കസ്റ്റംസ്, ചില അനുവർത്തനങ്ങൾ, അതൊക്കെ ഭരണഘടനയാണ് എന്നവർക്ക് വിശ്വസിക്കേണ്ടി വന്നു. ഇങ്ങനെ മദീനയിലെത്തിയപ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുവർത്തനങ്ങളൊക്കെ ഇനി ഇവിടെ തുടരും, ഇതൊരു ഭരണഘടനയാണ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒഴിഞ്ഞു മാറേണ്ടി വന്നില്ല. റിട്ടൺ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത് 200-ലധികം ആളുകൾ, 200-ലധികം ദിവസങ്ങൾ, 100-ലധികം ദിവസങ്ങൾ മീറ്റിംഗ് കൂടിയിട്ടാണ് എന്ന് നമുക്കറിയാം. 1947 അവർ മീറ്റിംഗ് കൂടാൻ തുടങ്ങി. എന്നിട്ട് 1950 വരെ മീറ്റിംഗ് കൂടി, 49 അവസാനം വരെ മീറ്റിംഗ് കൂടി.
100-ലധികം ദിവസങ്ങൾ അവർ മീറ്റിംഗ് കൂടി, 200-ലധികം ആളുകൾ, എന്നിട്ടാണ് നമ്മളെ ഭരണഘടന ഉണ്ടാക്കിയത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ 100-ലധികം ആളുകളും ആ 100-ലധികം ദിവസങ്ങളൊന്നും എഴുതി കൂടിയിട്ടല്ല ഈ മദീന ചാർട്ടർ ഉണ്ടാക്കുന്നത്. അതും ഒരു റിട്ടൺ ആയിട്ടുള്ള മദീന ചാർട്ടർ ഉണ്ടാക്കി. എന്താണ് അതിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ഭരണഘടനയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെപ്പോഴും പറയും ഇതിന് ലീഗൽ സുപ്രീമസി ഉണ്ട് ഇന്ത്യക്ക്, വ്യക്തികൾക്ക് സുപ്രീമസി ഇല്ല. ഇവിടുത്തെ പ്രധാനമന്ത്രിയാണെങ്കിലും രാഷ്ട്രപതിയാണെങ്കിലും ആരാണെങ്കിലും അവരെ ജനങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്, ലീഗൽ സുപ്രീമസി ഇല്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ലീഗൽ സുപ്രീമസി എന്നുള്ള ആശയം ആദ്യമായിട്ട് ഈ ലോകത്തിന് സംഭാവന ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലായിരുന്നു. ഇവിടെ ഞാൻ എന്നുള്ള ഒരു ഭരണാധികാരിയുണ്ട് എന്ന് മാത്രമല്ല, ഞാൻ സ്പിരിച്വൽ ലീഡറാണ്, പൊളിറ്റിക്കൽ ലീഡറാണ്, ഇനി ഞാൻ പറഞ്ഞത് മാത്രമാണ് അനുസരിക്കേണ്ടത് എന്നല്ല അവിടുത്തെ മുസ്ലിങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഞാനൊരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് എന്നെ അനുസരിക്കണം, അതൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെ ജീവിതം സെക്യൂർ ചെയ്യാൻ, നിങ്ങളെ ജീവിതത്തെ സന്തോഷഭരിതമാക്കാൻ, നിങ്ങൾ ഭയരഹിതമായിട്ട് ജീവിക്കാൻ നിങ്ങൾക്കിതാ ഒരു ലീഗൽ സുപ്രീമസി, ഒരു റിട്ടൺ ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയനുസരിച്ച് നിങ്ങൾക്ക് അവകാശങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാം, ആഭിജാത്യത്തോടു കൂടി ജീവിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നമ്മളെ പരിശുദ്ധ ഖുർആനിൽ ഒരു ചെറിയ സൂറത്തുണ്ട്, ഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം റഹ്ലത്തശ് ശിത്താഇ വസ്സൈഫ് ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. ഈ ബൈത്തിൻ്റെ, ഈ കഅബയുടെ റബ്ബിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ. എന്താണ് ആ റബ്ബിൻ്റെ പ്രത്യേകത? ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്തില്ലദി അത്അമഹും മിൻ ജൂ. അവർക്ക് വിശപ്പിക്കുന്ന സമയത്ത് വിശപ്പകറ്റാനുള്ള മുഴുവൻ സംവിധാനങ്ങളും ഒരുക്കിയ അല്ലാഹു. വഅത്അമഹും മിൻ ജൂ വആമനഹും മിൻ ഖൗഫ്. ഭയരഹിതമായൊരു ജീവിതം അവർക്ക് സംവിധാനിച്ച അല്ലാഹു. എന്താണ് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംവിധാനിച്ചത്? ഈ ചെറിയൊരു സൂറത്തിലൂടെ നമുക്ക് നബി തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? പട്ടിണിയില്ലാത്തൊരു ജീവിതം, മദീനയിൽ പട്ടിണിയില്ലാത്തൊരു ജീവിതം. അത്അമഹും മിൻ ജൂ. ഒരു രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് എന്താണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടിയത്? ഈ രാഷ്ട്രത്തിന് മുഴുവൻ ഇൻസെക്യൂറാണ്. ബോംബുകൾ വന്ന് വീഴുന്നു, തീവ്രവാദികൾ വിളയാടുന്നു, വർഗീയവാദികൾ വിളയാടുന്നു. ഒരു രാഷ്ട്രത്തിലെ ജനങ്ങൾ എത്രമാത്രം പ്രയാസത്തിലായിരിക്കും ജീവിക്കുക. അവർക്ക് അമ്ന് വേണം, സമാധാനം വേണം, അവർക്ക് ഭയരഹിതമായിട്ട് ജീവിക്കണം. വആമനഹും മിൻ ഖൗഫ്. മദീന നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അത് സമ്മാനിച്ചിട്ടുണ്ട്. അവർക്ക് വിശപ്പകറ്റി ജീവിക്കണം, അതിന് തൊഴിൽ വേണം, അത്തരം സംഗതികളൊക്കെ വേണം, അതും മദീന നൽകിയിട്ടുണ്ട്. വഅത്അമഹും മിൻ ജൂ. നിങ്ങൾക്ക് ജൂയിൽ നിന്ന്, വിശപ്പിൽ നിന്ന് ആവശ്യമായിട്ടുള്ള മോചനം നൽകാനുള്ള മുഴുവൻ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മദീന എന്നുള്ള രാഷ്ട്രസങ്കല്പം ഈ ലോകത്ത് സമ്മാനിച്ച ഏറ്റവും വലിയ സമ്മാനം എന്താണ്? അതൊരു ഭരണഘടന രാഷ്ട്രങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾ വിശപ്പകറ്റുന്ന പ്രജകളെ വിശപ്പകറ്റി മുന്നോട്ട് കൊണ്ടുപോകണം, അവരെപ്പോഴും സെക്യൂരിറ്റി ഫീൽ ചെയ്യണം എന്നുള്ളതാണ്. ലോകത്തെ ഏത് രാഷ്ട്രങ്ങളെടുത്താലും, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? യെസ്. ലോകത്തെ ഏത് രാഷ്ട്രങ്ങളെടുത്താലും അവിടുത്തെ ഒക്കെ പ്രശ്നം മൈനോറിറ്റീസാണ്. പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുന്നു, അഫ്ഗാനിസ്ഥാനിൽ മറ്റു മതങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. എത്രമാത്രം ശരിയുണ്ട് എന്നുള്ളതൊന്നും അനലൈസ് ചെയ്യാൻ മാത്രമുള്ള ലോകയോരൊന്നും എനിക്കില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ലോകത്ത് 40-ലധികം മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട്. UAE ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, ഈജിപ്ത് ഉണ്ട്, ഖത്തറുണ്ട്, തുടങ്ങിയ 40-ലധികം മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട്. ഈ 40-ലധികം മുസ്ലിം രാഷ്ട്രങ്ങളിൽ മുസ്ലിങ്ങൾ മാത്രമല്ല താമസിക്കുന്നത്. പക്ഷേ എത്ര രാഷ്ട്രങ്ങളിൽ അമുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, ന്യൂനപക്ഷമായതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നു. പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിന് കാരണവുമുണ്ട്. അത് അവിടുത്തെ യഥാർത്ഥ മുസ്ലിങ്ങളല്ല ചെയ്യുന്നത്, മുസ്ലിങ്ങൾക്കിടയിൽ നുഴഞ്ഞേറിയ തീവ്രവാദികളാണ് ചെയ്യുന്നത് എന്നെല്ലാവർക്കും അറിയുക. ഇതല്ലാത്ത രാഷ്ട്രങ്ങളിലൂടെ നമ്മൾ എത്ര സഞ്ചരിച്ചാലും,
ഫലസ്തീൻ എന്നുള്ള രാഷ്ട്രത്തിൻ്റെ ചുറ്റുവട്ടവും താമസിക്കുന്ന രാഷ്ട്രങ്ങളാണ് സിറിയ, ഈജിപ്ത് തുടങ്ങിയ രാഷ്ട്രങ്ങൾ. ഈജിപ്തിൽ നിങ്ങൾ ഇപ്പോഴും പോയി നോക്കിയാലും അവിടെ ജൂത റബ്ബിമാർ അവരെ താടിയും തൊപ്പിയും മാലയും ജപമാലയും ഒക്കെ കയ്യിൽ പിടിച്ച് തെരുവുകളിലൂടെ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവരെന്തുകൊണ്ട് അത്ര ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യരെ ഫലസ്തീനിൽ വളരെ നിഷ്കരുണം കൊന്നൊടുക്കിയിട്ടും എന്തുകൊണ്ട് ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ഈജിപ്തിൻ്റെ മണ്ണിലൂടെ വളരെ സ്വസ്ഥ വിഹാരം നടത്താൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ ഉത്തരമാണ് യഥാർത്ഥത്തിൽ മദീന എന്നുള്ളത്. ജൂതന്മാർ മുസ്ലിങ്ങളെ വളരെ മൃഗീയമായി കൊല്ലുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് ലോകത്ത് മനസ്സാക്ഷിയുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയൂല എന്നുള്ളതല്ല. നമ്മുടെ മനസ്സിൽ ഒരല്പം മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നമുക്ക് കണ്ണുനീര് വരും. ഇതിൻ്റെ പേരിൽ ലോകത്ത് ഒരു നിരപരാധിയും പീഡിപ്പിക്കപ്പെടരുത് എന്ന് നമ്മോട് പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവൻ കാരുണ്യമാണ്. ആ കാരുണ്യവാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുവിനെ ശത്രുവായി മാത്രം കാണണം, അതിൻ്റെ അപ്പുറത്തേക്ക് പോവരുത് എന്നും ശത്രുവിനെ മാത്രമേ ശത്രുവായി കാണാവൂ എന്നും അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഇഞ്ച് പോലും വ്യതിചലിക്കാൻ ഒരു മുസ്ലിമിനും അധികാരം നൽകിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമോഫോബിയ എന്നുള്ള ഒരു പ്രതിഭാസം ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇസ്ലാമിനോട് പേടി, ഈ തലീകെട്ടിനോട് പേടി, താടിയോട് പേടി, തൊപ്പിയോട് പേടി, ഇതൊക്കെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടതല്ലേ. 2001 വേൾഡ് ട്രേഡ് സെൻറ്ററും അതുപോലെ പെൻറ്റഗണും ഇത് രണ്ടും അമേരിക്കയിൽ തീവ്രവാദികൾ ആക്രമിച്ചതിന് ശേഷം ക്രൈസ്തവ പാതിരിമാരുടെ നേതൃത്വത്തിൽ, തൊഴിലില്ലാത്ത ക്രൈസ്തവ പാതിരിമാരുടെ നേതൃത്വത്തിലാണ് ഇസ്ലാമോഫോബിയ ലോകത്തിൽ സൃഷ്ടിച്ചത് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അതിനെക്കുറിച്ച് ഇഷ്ടം പോലെ പഠനങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ് മുസ്ലിങ്ങൾ ക്രിസ്തോഫോബിയ എന്നും ഹിന്ദു ഫോബിയ എന്നുള്ളൊക്കെ പേരിട്ടിട്ട് മറ്റു മതങ്ങളെ നിരന്തരം പീഡിപ്പിക്കുന്നു. അവരുടെ കാഷായ വസ്ത്രങ്ങളെയും അതുപോലെ ഈ ലോഹയെയും അല്ലെങ്കിൽ അതുപോലത്തെ വസ്ത്രങ്ങളെയും എന്തുകൊണ്ട് അവമതിക്കുന്നില്ല? ഇത് നമ്മൾ ചിന്തിക്കണം. ഒരു മുസ്ലിമും മറ്റൊരു വ്യക്തിയെ ചൂഴ്ന്നന്വേഷിക്കുന്നില്ല. ലോകത്ത് മുഴുവൻ മുസ്ലിം രാഷ്ട്രങ്ങളിലും അമേരിക്കയുടെയും മൊസാദിൻ്റെയും മറ്റു ചാരസംഘടനകളെയൊക്കെ ചാരന്മാരിങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഇറാനിലെ ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഫലസ്തീനിലെ ഇസ്മായിൽ അനിയ എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു നേതാവിനെ ബോംബിട്ട് കൊല്ലുന്നത്. ചാരപ്രവൃത്തിയുടെ ആഴം ഒരു മുസ്ലിം എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല? നമ്മൾക്ക് വ്യക്തമായ നിർദ്ദേശമുണ്ട്. ഈ ദീന് പ്രചരിപ്പിക്കേണ്ടത് വളരെ യുക്തിഭദ്രമായിട്ടാണ്, ആശയാടിത്തരത്തിലൂടെയാണ്. ഒരാളെ, ഒരു രാഷ്ട്രത്തെയോ ചൂഴ്ന്നന്വേഷിച്ചോ അമിതമായ പീപ്പിംഗ് എന്ന് പറയും, അമിതമായി കടന്നാക്രമിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരികിട ഉപയോഗിച്ചോ അല്ലെങ്കിൽ ട്രിക്ക് ഉപയോഗിച്ചോ കൊണ്ടോ അല്ല, മറിച്ച് ഓരോ ആശയവും പ്രചരിപ്പിച്ചുകൊണ്ടാണ്. പേടി, ഭയം കൃത്രിമമായിട്ട് സൃഷ്ടിച്ചുകൊണ്ടല്ല. ഒരാൾക്കെതിരെയും ഒരു മതത്തിനെതിരെയും അങ്ങനത്തെ ഭയം സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. ഈ ദീനിനെ വളരെ അടിസ്ഥാനപരമായിട്ട് സ്ഥാപിച്ചെടുക്കുക, മറ്റുള്ള ദീനിൻ്റെ കുറ്റങ്ങളും കുറവുകളും വളരെ കൃത്യമായി അവതരിപ്പിക്കുക. ഇതിൻ്റെ അപ്പുറത്തേക്ക് മദീന ഒരു പാഠം നമുക്ക് തന്നിട്ടില്ല. ലോകത്തുള്ള മുഴുവൻ രാഷ്ട്രങ്ങളിലും പോയിട്ട് അസ്ഥിരത സൃഷ്ടിച്ച് ആ രാഷ്ട്രങ്ങളൊക്കെ നശിപ്പിച്ച് അതൊക്കെ മദീനയുടെ കൂടെ കൂട്ടണം എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അവിടെയുള്ള ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും എതിരെ നിരന്തരം ഭയങ്ങൾ സൃഷ്ടിച്ച് ലോകത്ത് ഇസ്ലാമിനെ പ്രചരിപ്പിക്കണം എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ഇത്രമാത്രം ലോകത്ത് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ഒരൊറ്റ ജൂതനെയും മറ്റു രാഷ്ട്രങ്ങളിൽ വെച്ച് കൊല്ലാൻ തയ്യാറല്ല. ഒരു രാഷ്ട്രത്തിനെതിരെയും ഒരു അമുസ്ലിമിനെതിരെയും ചൂഷണ പ്രവൃത്തിയോ ചൂഴ്ന്നന്വേഷിക്കുന്ന പ്രവൃത്തിയോ ചാരപ്രവൃത്തിയോ ചെയ്യാൻ തയ്യാറല്ല. ഇത്തരം ഒരു മലീമസമായ ഏർപ്പാടിലും ഫോബിയകൾ സൃഷ്ടിക്കുന്ന ഒരു ഏർപ്പാടിലും മുസ്ലിങ്ങൾ അതിന് തയ്യാറാവില്ല. മുസ്ലിങ്ങൾ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെ ഇവിടെ സ്ഥാപിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് ചെയ്യുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നീട്ടി സംസാരിക്കുന്നില്ല, വണ്ടി പോകുമ്പോൾ എന്നാണ് എഴുത്തിൽ കിട്ടിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് ഇസ്ലാമിക
നിയമങ്ങൾ മദീനയിലൂടെ വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചു, അവതരിപ്പിച്ചു. ഞാൻ 1-2-3 കാര്യങ്ങളും കൂടി പറയാം. സാമ്രാജ്യത്വം 5 നൂറ്റാണ്ടുകാലം ലോകത്തെ നശിപ്പിച്ചു. ബ്രിട്ടീഷുകാർ മാത്രം ഇന്ത്യയിലെ 3.5 കോടി ജനങ്ങളെ കൊന്നു. ഞാനല്ല പറഞ്ഞത്, ശശി തരൂര പറഞ്ഞത്. ബ്രിട്ടീഷുകാർ 3.5 കോടി ജനങ്ങളെ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ 3.5 കോടി ജനങ്ങളെ കൊന്നു. അമേരിക്ക ഈ അടുത്ത് സാമ്രാജ്യത്വത്തിൻ്റെ പേരിൽ ഇറാഖിൽ 5.5 ലക്ഷം മനുഷ്യരെ കൊന്നു. ലോകത്ത് എത്ര ആളുകളാണ് സാമ്രാജ്യത്വം കൊന്നൊടുക്കുന്നത്? എന്തേ? ഇന്ത്യയിൽ പോർച്ചുഗീസുകാരാണ് ആദ്യമായിട്ട് വന്നത്, നമ്മളെ കോഴിക്കോട് കാപ്പാട്. പിന്നെ ഫ്രഞ്ചുകാർ വന്നു, ബ്രിട്ടീഷുകാർ വന്നു, പലരും വന്നു. ഇതിനു മുമ്പ് ഇന്ത്യയിൽ വന്ന വിദേശികളുണ്ട്, അവരെ പേരായിരുന്നു അറബികൾ എന്നുള്ളത്. നമ്മൾ സാമൂതിരി രാജാക്കന്മാരും നമ്മളെ കേരളത്തിലെ എല്ലാ രാജാക്കന്മാരും അറബികളും തമ്മിൽ എത്ര വലിയ ബന്ധമായിരുന്നു. ഏതെങ്കിലും ഒരു അറബി പയ്യൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അറബി വന്നിട്ട് നമ്മുടെ ഭൂമിയുടെ ഒരല്പമെങ്കിലും ആധിപത്യത്തിന് ശ്രമിച്ചോ? ഒരു കുരുമുളകെങ്കിലും കട്ടുകൊണ്ടുപോയോ? ഒരു ഏലക്കായെങ്കിലും കട്ടുകൊണ്ടുപോയോ? പക്ഷെ അതിനുശേഷം വന്ന സാമ്രാജ്യത്വം എന്ത് ചെയ്തു? ആ സാമ്രാജ്യത്വത്തിനും ചില അജണ്ടകൾ ഉണ്ടായിരുന്നില്ലേ? നമ്മളെ നാട്ടിൽ ക്രിസ്തുമതം എങ്ങനെയാണ് വ്യാപിച്ചത്? അത് സാമ്രാജ്യത്വ അജണ്ടയുടെ ഭാഗമായിരുന്നു. 5 നൂറ്റാണ്ടുകാലം നമ്മുടെ ഇന്ത്യ രാജ്യം ഭരിച്ചത് ക്രിസ്ത്യാനികളായിരുന്നു സാമ്രാജ്യത്വത്തിൻ്റെ പേരിൽ. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ചർച്ചുകളും ക്രിസ്ത്യൻ മിഷണറി സ്കൂളുകളും മിഷണറി ഹോസ്പിറ്റലുകളും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ വരെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അറബികളിവിടെ അതിനു മുമ്പ് എത്ര കാലം വന്നു? എന്തുകൊണ്ട് അവരൊരു ഏലക്കായി പോലും കട്ടുകൊണ്ടുപോയില്ല? അതാണ് നമുക്ക് മദീന തരുന്ന പാഠം. മദീന തരുന്നത് പാഠം ലോകം മൊത്തം സാമ്രാജ്യത്വത്തിലൂടെ കീഴടക്കിക്കൊണ്ട് അവിടെ ഭരണം സ്ഥാപിച്ചുകൊണ്ട് അവിടുത്തെ മുതല് അല്ലെങ്കിൽ സാധനങ്ങൾ കട്ടുകൊണ്ടുപോകണം എന്ന് മദീന പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ലോകത്തിലെ ഒരു മുസ്ലിമും സാമ്രാജ്യത്വം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നടത്തില്ല എന്ന് മാത്രവുമല്ല, ചിലരൊക്കെ പറയും, മദീനയെക്കുറിച്ച് പറയുമ്പോൾ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ല ഭരണാധികാരി. അപ്പോൾ അതൊരു മതനേതാവല്ലേ? ഒരു സെക്യുലർ നേതാവാകണ്ടേ? ഒരു രാഷ്ട്രത്തിൻ്റെ നായകനാവാൻ? ലോകത്തിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇന്ന് ലോകം ഇങ്ങനെ അഹങ്കരിക്കുന്നവരൊക്കെ ഇത്തരം വലിയ വലിയ പോളിസികളിൽ മാത്രം അഭിരമിക്കുന്നവരാണ്. ലോകത്ത് സെക്യുലറിസത്തിൻ്റെ ഏറ്റവും പേര് കേട്ട നാടമാണ് ബ്രിട്ടീഷ് എന്നുള്ളത്. ബ്രിട്ടീഷ് രാജഭരണം, ചിലരൊക്കെ മനസ്സിലാക്കി രാജഭരണം എന്നുള്ളത് സൗദി അറേബ്യയിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മൾ ബ്രൂണ സുൽത്താൻ, ഇങ്ങനെ 2 സുൽത്താൻമാരെ ലോകത്തിലുള്ളൂ. ഏറ്റവും കിരാതമായ, ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാത്ത രാജഭരണം നടക്കുന്നത് ബ്രിട്ടീഷുകാരൻ്റെ നാട്ടിലാണ് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ബ്രിട്ടീഷ് രാജ്ഞിയും രാജാവും ഉണ്ടായത്? അവിടുത്തെ മുഴുവൻ ജനങ്ങൾക്കുള്ളതിനെക്കാട്ടിലും സ്വത്ത് ഈ രാജ കുടുംബത്തിൻ്റെ കയ്യിലുണ്ട്. അത്രമാത്രം സ്വത്തുമായിട്ട് നടക്കുന്നവരാണ് അവർ. ആ രാജഭരണത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. രാജാവാണെങ്കിലും രാജ്ഞിയാണെങ്കിലും അവർ ഇസ്ലാം മതത്തിലേക്ക് എങ്ങാനും കൺവേർട്ട് ചെയ്താൽ ആ അധികാരം എടുത്തു കളയപ്പെടും. ഇത് ലോകത്ത് സംസാരിക്കുന്നവരില്ല. അവർ മതനേതാക്കളും കൂടിയാണ്. ബ്രിട്ടീഷ് രാജ്ഞിയാണെങ്കിലും ഇപ്പോഴുള്ള രാജകുമാരനാണെങ്കിലും രാജാവാണെന്നുണ്ടെങ്കിലും അവർ ക്രിസ്ത്യാനിയാകൽ നിർബന്ധമാണ്. നമ്മൾ ഖിലാഫത്തിൻ്റെ ഖലീഫയുടെ ഷുറൂത്തുകളൊക്കെ പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, ഖലീഫ മുസ്ലിം ആയിരിക്കണം. കാരണം മുസ്ലിം ലോകത്തിൻ്റെ മതപരവും ആത്മീയപരവും പൊളിറ്റിക്കൽ രാഷ്ട്രീയപരവുമായ നേതാവാണ് ഭരണാധികാരി എന്നുള്ളത് കൊണ്ട് ഖലീഫ മുസ്ലിമാകൽ നിർബന്ധമാണ് നമ്മൾ പറയും. ശത്രുക്കൾ കളിയാക്കും, ഇതെന്ത് ഭരണാധികാരിയാ, ഇതെന്ത് സെക്യുലറിസമാണ്? സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ഒരു മതത്തിൻ്റെ ആളുകൾ തന്നെ വരണം എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെന്ത് സെക്യുലറിസമാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. ഈ കളിയാക്കൽ, ഈ പരിഹസിക്കൽ ഏറ്റവും ആദ്യം തൊടുത്തുവിടേണ്ടത് സെക്യുലറിസത്തിൻ്റെ ഈറ്റില്ലമാണ് എന്ന് വിശേഷിപ്പിക്കുന്ന ബ്രിട്ടീഷ് നാട്ടുകളിലേക്കാണ്, ബ്രിട്ടനിലേക്കാണ്. അവിടുത്തെ രാജ്ഞിയാണെങ്കിലും രാജാവാണെന്നുണ്ടെങ്കിലും ആരാണ് എന്നുണ്ടെങ്കിലും ക്രിസ്ത്യാനിയാകൽ നിർബന്ധമാണ് എന്ന് ഇപ്പോഴും നിർബന്ധമാണ്. ഇത്രയും പുരോഗമനം പറഞ്ഞു നടക്കുന്ന കാലത്തും ലോകത്ത് പല രാഷ്ട്രങ്ങളിലും ഭരണാധികാരികൾ ബൈബിൾ തൊട്ടാണ് സത്യം ചെയ്യുന്നത്. അമേരിക്കയിൽ വരെ
എന്തുകൊണ്ട് അമേരിക്കൻ്റെ ഭരണഘടന തൊട്ട് സത്യം ചെയ്യുന്നില്ല? അമേരിക്കയുടെ ഭരണഘടന തൊട്ട് എന്തുകൊണ്ട് അവർ സത്യം ചെയ്യുന്നില്ല? ബൈബിൾ തൊട്ട് സത്യം ചെയ്ത് അടുത്ത സെക്കൻഡിൽ തന്നെ ഫലസ്തീനിലേക്ക് ആയുധങ്ങൾ കടത്തി അയക്കുന്ന കിരാതമായ ഏർപ്പാട്. എന്നിട്ട് പറയും മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തായാലും മതനേതാവല്ലേ, ഒരു സെക്യുലർ നേതാവിനെ പ്രതിഷ്ഠിക്കേണ്ടതില്ലേ? ഇന്ന് ഇത്രയും ലോകം വികസിച്ചിട്ട് പോലും സെക്യുലറിസ്റ്റുകളാണ് എന്ന് വിശേഷിപ്പിച്ചിട്ട് പോലും ഇത്തരം ഏർപ്പാടുകളിൽ നിന്ന് വിരമിക്കാത്തവരാണ് ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, മദീനയെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ലോകത്തുള്ള മുഴുവൻ നല്ല ആശയങ്ങളുടെയും ഉറവിടം അത് മദീനയാണ്. ലോകത്തിന് എല്ലാ നന്മയും പഠിപ്പിച്ചത് മദീനയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോകത്തൊരു നിയമമുണ്ട്, നിയമം വേണം എന്ന് ലോകത്തോട് ആദ്യമായിട്ട് പഠിപ്പിച്ച മദീനയാണ്. അത്തരം നിയമങ്ങളൊക്കെ ആധുനിക ലോകത്തേക്ക് എടുക്കാൻ എത്ര കാലമെടുത്തു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. 10, 15, 12 നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് യൂറോപ്പിനൊരു നിയമം വേണം എന്ന് മനസ്സിലായത്. നിങ്ങളൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണല്ലോ, വ്യത്യസ്ത നിയമങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. എല്ലാ നിയമങ്ങളും 1800-ലോ 1700-ലോ 1900-ലോ ഉണ്ടായതായിരിക്കും. അതിനു മുമ്പ് ലോകത്തിന് എന്ത് സംഭവിച്ചു? ഇപ്പോൾ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന എത്ര ആളുകളെ നമുക്ക് കാണാം. എങ്കിൽ മനുഷ്യന് അവകാശമുണ്ട് എന്ന് ലോകം മനസ്സിലാക്കിയെന്ന 1948, ഒരു നൂറ്റാണ്ട് പോലും ആയിട്ടില്ല. ഒരു നൂറ്റാണ്ട് പോലും ആയിട്ടില്ല ലോകത്ത് മനുഷ്യന് അവകാശമുണ്ട്. അവകാശത്തിന് എന്താണ് അറബിയിൽ പറയുക? ഹക്ക് എന്നാ പറയുക. ഹുക്കൂക്ക് എന്ന് പറയും അവകാശങ്ങൾക്ക്. ഹക്ക്, ഹുക്കൂക്ക് എന്നുള്ള പദം നമ്മുടെ ഗ്രന്ഥങ്ങളിൽ, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ നമ്മൾ നിരന്തരം കേൾക്കാൻ കഴിയും. പെണ്ണിന് ഹക്കുണ്ട്, ഭാര്യയ്ക്ക് ഹക്കുണ്ട്, ഭർത്താവിന് ഹക്കുണ്ട്, വിദ്യാർത്ഥിക്ക് ഹക്കുണ്ട്, അധ്യാപകന് ഹക്കുണ്ട്, കുട്ടിക്ക് ഹക്കുണ്ട്, വൃദ്ധന് ഹക്കുണ്ട്, വൃദ്ധക്ക് ഹക്കുണ്ട്. എല്ലാ ഹക്കുകളും നമ്മളെ ഗ്രന്ഥങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ആധുനിക സമൂഹം ഈ ഹക്കുകളെക്കുറിച്ച്, അവകാശങ്ങളെക്കുറിച്ച് ലോകത്തിൽ ആദ്യം വന്ന അവകാശ പ്രഖ്യാപനം 1948. അതിനു മുമ്പ് ലോകത്തിന് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ഒരു ധാരണയില്ലായിരുന്നു. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ആർക്കാണെങ്കിലും ഒരാൾക്കൊരു ധാരണയില്ല. ചിലരൊക്കെ പറയും ലോകത്ത് മാഗ്നക്കാട്ട എന്ന് പറയുന്ന ഒരു സാധനം 1200-കളിൽ വന്നിട്ടുണ്ട്. 1200-കളിൽ വന്ന 1215 വന്ന മാഗ്നക്കാട്ടയാണ് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നൊക്കെ നിങ്ങളൊരു പക്ഷേ വായിച്ചിട്ടുണ്ടാവും. വളരെ വലിയ ബ്ലണ്ടറാണത്. കാരണം ബ്രിട്ടീഷ് രാജാവിനെതിരെ അവിടുത്തെ ഫ്യൂഡൽ പ്രഭുക്കൾ ഉണ്ടാക്കിയ ഒരു ഭരണഘടന, ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു അത്. തൊഴിലാളികളെക്കുറിച്ചോ സ്ത്രീകളെക്കുറിച്ചോ അധസ്ഥിത വിഭാഗത്തെക്കുറിച്ചോ അൺടച്ചബിളായിട്ട് അസ്പൃശ്യതയോടെ നടക്കുന്ന പാവങ്ങളെക്കുറിച്ചോ ഒരക്ഷരം ഉരിയാടാതെ രാജാവിനെതിരെ അവിടുത്തെ പ്രഭുക്കൾക്ക് മാത്രമുണ്ടായിരുന്ന അവകാശങ്ങളെക്കുറിച്ച് സംസാരിച്ച ഭരണഘടനയായിരുന്നു മാഗ്നക്കാട്ട. പക്ഷെ അതിൻ്റെയും 1600 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നിന്ന് 100,000 സ്വഹാബികളെ മക്കയിലേക്ക് കാൽനട കൊണ്ടുപോയി. എന്നിട്ട് മക്കയിലെ അറഫയിൽ ലക്ഷക്കണക്കിന് സ്വഹാബത്തിന് ഒരുമിച്ച് കൂടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. നിങ്ങൾ ചരിത്രം പഠിക്കുന്ന കുട്ടികളാണല്ലോ. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ആ പ്രസംഗത്തിന് മുമ്പ് ലോകത്തിൻ്റെ ചരിത്രം മുഴുവൻ എടുത്തു നോക്കി, എവിടെയെങ്കിലും മനുഷ്യരുണ്ട്, അത്രമാത്രം മനുഷ്യർ ഒരുമിച്ച് കൂടിയ ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയുമോ? എവിടെയെങ്കിലും കാണാൻ കഴിയുമോ? AD 600-ൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫയിൽ ഒരുമിച്ച് കൂട്ടിയ ലക്ഷക്കണക്കിന് മനുഷ്യർ, ആ മനുഷ്യരെ പോലെ അതിനു മുമ്പ് ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അത്രമാത്രം ജനങ്ങൾ സമാധാനപരമായിട്ട് ഒരുമിച്ച് കൂടിയത് നമുക്ക് കാണാൻ കഴിയുമോ? ലോകത്തിൽ അന്നേ വരെ കണ്ട ഏറ്റവും വലിയ മനുഷ്യ സംഗമം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മനുഷ്യന് അവകാശമുണ്ട്, മനുഷ്യൻ്റെ അവകാശം വളരെ പ്രസക്തമാണ്. ഒരു മനുഷ്യൻ ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാലക്കും അലൈക്കും ഹറാം, രക്തം ഹറാമാണ്, ഒരിക്കലും ചിന്തരുത്. സ്വത്ത് വളരെ വിലപ്പെട്ടതാണ്, ഒരൽപ്പം പോലും നശിപ്പിക്കരുത്, ഒരാളുടെയും കടന്നു കടയരുത് എന്ന് മാത്രമല്ല പറഞ്ഞ് വഅറാലക്കും. ലോകത്ത് ഡിഫാമേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഇപ്പോൾ വന്നിട്ടുണ്ട്, മാനനഷ്ട കേസ്.
നമ്മുടെ IPC ഇന്ത്യൻ പീനൽ കോഡ് എടുത്തു നോക്കിയാൽ, ഇപ്പോൾ പുതിയ വന്ന കോഡ് എടുത്തു നോക്കിയാലും ഡിഫേമേഷൻ ഏറ്റവും അവസാനത്തെ ക്ലോസുകളിൽ പെട്ടതാണ്. 500-ലധികം ക്ലോസുകളുണ്ട് അതിന്. അതിൽ ഏറ്റവും അവസാനത്തെ ക്ലോസുകളിൽ പെട്ട ഡിഫേമേഷൻ. എന്തുകൊണ്ടാണ് അത് ഏറ്റവും അവസാനം വന്നത്? ലോകം 1400 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് മനുഷ്യൻ്റെ അഭിമാനം സംരക്ഷിക്കണം എന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൊണ്ടുവന്ന ശരീഅത്തിൻ്റെ ഏറ്റവും വലിയ മഖാസിദ്, ഒബ്ജക്റ്റീവ്സ്, ഏത് സംഗതിക്കും ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. എങ്കിൽ ഈ ശരീഅത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താ? 6 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതിൽ ഒന്നായിരുന്നു ഹിഫ്ലുൽ ഇർള്, അഭിമാനം സംരക്ഷിക്കുക എന്നുള്ളത്. ഒരു മനുഷ്യൻ്റെയും അഭിമാനം പിച്ചി ചീന്താൻ ഇസ്ലാം സമ്മതിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല, അഭിമാനം പിച്ചി ചീന്തിയവർക്കെതിരെ ശക്തമായ നടപടി, ഹദ്ദുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരാൾ വ്യഭിചാരം ആരോപിച്ചാൽ അയാൾക്കെതിരെ ഹദ്ദടിക്കണം എന്നാണ് നമ്മൾ പഠിച്ചത്. ഇങ്ങനെ ഡിഫേമേഷനൊക്കെ ഇന്നും ലോകത്ത് നടപ്പിൽ വരാത്ത രാഷ്ട്രങ്ങളുണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അത്തരം ഒരു രാഷ്ട്രത്തിൽ നിന്ന് നമ്മൾ മദീനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മദീന എത്രമാത്രം അഡ്വാൻസ്ഡ് ആണ്. ലോകത്ത് ഇന്നും ഡിഫേമേഷന് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ ലോകരാഷ്ട്രങ്ങൾ തയ്യാറല്ലാത്ത, അല്ലെങ്കിൽ ഈ റീസെൻ്റ്ലി ഏറ്റവും അടുത്ത് വരെ മാനനഷ്ടത്തെക്കുറിച്ച്, ജനങ്ങളുടെ മാനത്തെക്കുറിച്ച് ബോധം വന്ന രാഷ്ട്രനായകന്മാരുടെയും രാഷ്ട്രങ്ങളുടെയും നടുത്തളത്തിൽ വെച്ച് നമ്മൾ മദീനയെക്കുറിച്ച് പറയുമ്പോൾ മദീന എത്ര അഡ്വാൻസ്ഡ് ആണ്, പുരോഗമനപരമാണ്. 1400 വർഷം മുമ്പ് മദീന നമ്മളോട് എത്ര വളരെ ക്ലിയർ ആയിട്ടാണ് സംസാരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നേരത്തെ ഞാൻ അവിടെ വന്നപ്പോൾ സ്വാഗത പ്രസംഗത്തിൽ കേട്ടു അഭയാർത്ഥികളെക്കുറിച്ച്. രാഷ്ട്രങ്ങളുടെ ബോർഡറുകൾ എന്നുള്ളത് മനുഷ്യൻ നിർമ്മിച്ചെടുത്തതാണ്. ഇസ്ലാം രാഷ്ട്രങ്ങളുടെ ബോർഡറുകളോ അല്ലെങ്കിൽ മതത്തിൻ്റെ ബോർഡർ വെച്ചിട്ടല്ല മനുഷ്യനെ അളന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ആദാദിമ്മിയൻ ഫഖദ് ആദാനി. ഒരു അമുസ്ലിം, നമ്മളോട് സൗഹൃദത്തിൽ ജീവിക്കുന്ന ഒരു അമുസ്ലിമിനെ ആരെങ്കിലും ആക്രമിച്ചാൽ ഫഖദ് ആദാനി, അവൻ എന്നെ ആക്രമിച്ചതുപോലെയാണ് എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞു, ആരെങ്കിലും ഒരു ദിമ്മീയനെ ആക്രമിച്ചാൽ സ്വർഗത്തിൻ്റെ വാസന പോലും അവന് കിട്ടൂല. ഒരു ദിമ്മീനെ കൊന്നാൽ സ്വർഗത്തിൻ്റെ വാസന പോലും കിട്ടൂല. അമുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക നാഗരികതയിൽ, ഇസ്ലാമിക രാഷ്ട്രത്തിലുണ്ടായിരുന്ന ആ സ്ഥാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. ഇതുപോലെ അഭയാർത്ഥികൾ ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്ന്. മദീന എത്രയെത്ര അഭയാർത്ഥികളെയാണ് സ്വീകരിച്ചത്, എത്രയെത്ര ആളുകളെയാണ് മദീന സ്വീകരിച്ചത്. ഇങ്ങനെ ലോകത്തിന് എല്ലാ നിലക്കും മാതൃകയായിട്ട് മദീന നമ്മളുടെ മുന്നിൽ നടക്കുകയാണ്. ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഏത് രാഷ്ട്രത്തിനും നിലനിൽപ്പിൻ്റെ വളരെ അനിവാര്യമായ സാധനമാണ് ചിന്ത എന്നുള്ളതും വിവരം എന്നുള്ളതും. അമേരിക്ക ലോകത്തിൻ്റെ പോലീസായത് 2 കാരണങ്ങളെ കൊണ്ടാണ്. ഒന്ന്, ആഫ്രിക്കയിൽ നിന്ന് ലക്ഷോപലക്ഷം അടിമകളെ അമേരിക്കയിലേക്ക് തട്ടിക്കൊണ്ടുപോയി അവിടെ വെള്ളവും വെളിച്ചവും നൽകാതെ നിരന്തരം ക്രൂരമായി പീഡിപ്പിച്ച് ലക്ഷോപലക്ഷം അടിമകളുടെ വിയർപ്പ് കൊണ്ട് ലോകം കെട്ടിപ്പടുത്ത രാഷ്ട്രമാണ് അമേരിക്ക എന്നുള്ളത്. ആ പണം അമേരിക്ക എന്ത് ചെയ്തു? അവർ വിജ്ഞാനം വിതരാനും സയൻസിനെ വികസിപ്പിക്കാനും വേണ്ടി ഉപയോഗപ്പെടുത്തി. അമേരിക്കക്ക് 2 മുഖമുണ്ട്, നമുക്കൊക്കെ അറിയാം, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. പക്ഷേ ഇസ്ലാം ഇതിൽ ആദ്യത്തെ മുഖം അടിമകൾ എങ്ങനെ ദുരുപയോഗം ചെയ്യേണ്ടതല്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ 2ാമത്തെ മുഖം മദീനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉദാഹരണം. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ഇഖ്റ കൊണ്ടാണ് നമുക്കറിയാം. ലോകത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും കൂടുതൽ കൂലി വിജ്ഞാനം പഠിക്കാനാണ് എന്ന് പഠിപ്പിച്ച ഒരു മതമുണ്ടെങ്കിൽ അത് നമ്മുടെ പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്ത് പ്രബോധനം നടത്തി പിന്നീടുള്ള ഏകദേശം 8 നൂറ്റാണ്ടുകാലം ലോകത്ത് സയൻസ് എന്താണ്, ശാസ്ത്രം എന്താണ്, കല എന്താണ്, സാഹിത്യം എന്താണ് എന്ന് സംസാരിക്കാൻ ലോകത്ത് മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊരു വിഭാഗവും ഉണ്ടായിരുന്നില്ല, ഒരു മതത്തിൻ്റെ ആളുകൾ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഏത് ശാസ്ത്രഗ്രന്ഥം പഠിക്കുകയാണെങ്കിലും അതിന് 200-300 വർഷം മുമ്പുള്ള ചരിത്രം പഠിക്കും. പിന്നെ ഒരു 800-1000 വർഷത്തെ ചരിത്രം പറയില്ല. പിന്നെ നേരെ ഗ്രീസിലേക്കാണ് പോവുക. AD 1500 വരെയുള്ള ചരിത്രം നമ്മൾ പഠിക്കും. 1500 മുമ്പുള്ള 1000 വർഷത്തെ കഥ ഒരു സയൻസ് ഗ്രന്ഥങ്ങളിലും ഇന്ന് പറയാൻ ധൈര്യപ്പെടാത്തത് എന്തുകൊണ്ടാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
മദീനയിൽ പഠിപ്പിച്ച സയൻസിൻ്റെ ബാക്കിയാണ് ലോകത്തുള്ള മുഴുവൻ സയൻസും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ചിന്തിക്കാൻ കൽപ്പിച്ചു, പഠിക്കാൻ കൽപ്പിച്ചു, ഒരു രാഷ്ട്രത്തിന് ആവശ്യമുള്ളതെല്ലാം നൽകി, വിശപ്പിൽ നിന്ന് പട്ടിണിയിൽ നിന്ന് കരകയറ്റി അവർക്ക് അമ്ന് നൽകി, അമാന് നൽകി, സെക്യൂരിറ്റി നൽകി, മുഴുവൻ ജനങ്ങൾക്കും ഒരുപോലത്തെ പരിഗണന നൽകി, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകി, എല്ലാവിധ അടിത്തറയും പാകി ലോകത്തിന് മഹിതമായൊരാശയം സംവിധാനിച്ചുകൊണ്ടാണ്, സമ്മാനിച്ചുകൊണ്ടാണ് മദീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിന് സമ്മാനിച്ചത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പറയുന്നത് മാത്രം കേട്ട് പോവേണ്ടവരല്ല നിങ്ങൾ. ഈ ഫെസ്റ്റിൽ നിങ്ങൾ ഈ വിഷയം വെച്ചത് വിശദമായിട്ട് നിങ്ങൾ പഠിക്കാനാണ്. അതുകൊണ്ട് ഇത്ര മുഴുവൻ കാര്യങ്ങളും ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തേണ്ട ഡ്യൂട്ടി നമുക്കുണ്ട്. ഞാൻ വളരെ കുറഞ്ഞ കാര്യങ്ങളെ ഇവിടെ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ നിരന്തരം വായിക്കുകയും പഠിക്കുകയും ചെയ്ത് വളരെ വലിയ കാര്യങ്ങൾ ഈ സമൂഹത്തെ നമ്മൾ ബോധ്യപ്പെടുത്തണം. ഹിറ്റ്ലറിന് ഒരു മതം ഉണ്ടായിരുന്നു. ആ മതത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. കോടിക്കണക്കിന് ജനങ്ങളെ ഹിറ്റ്ലർ ജർമ്മനിയിൽ കൊന്നൊടുക്കി. ജൂതന്മാരെയും കമ്മ്യൂണിസ്റ്റുകളെയും മതമില്ലാത്തവരെയും ഒക്കെ. പക്ഷെ ഒരൊറ്റ ക്രിസ്ത്യാനിയെ കൊന്നതിന് നമുക്ക് തെളിവില്ല. ഹിറ്റ്ലർക്ക് മതമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹിറ്റ്ലർ സ്വന്തം കൈകൊണ്ടല്ലല്ലോ കൊന്നത്. ലക്ഷക്കണക്കിന് അനുയായികളുണ്ടായിരുന്നു ഹിറ്റ്ലർക്ക്. അവർക്ക് മതമുണ്ടായിരുന്നു. ഫലസ്തീനിൽ ഇപ്പോൾ ഏകദേശം 50,000 കുഞ്ഞുങ്ങളെ ജൂതന്മാർ കൊന്നു. ഇങ്ങനെ ലോകത്ത് എന്തെല്ലാം നടക്കുന്നു, ഇതൊന്നും പറയാൻ ലോകത്ത് ആരുമില്ല. എങ്കിൽ ലോകത്ത് എൻസൈക്ലോപീഡിയ ഓഫ് വാർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെ ഉണ്ട്, ലോകത്തുണ്ടായ യുദ്ധങ്ങളെക്കുറിച്ച് മൊത്തം പറയുന്നു. അതെടുത്തു നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക മുസ്ലിങ്ങൾ എത്ര കുറച്ച് യുദ്ധം ചെയ്തിട്ടുള്ളൂ. പക്ഷേ പ്രചരിപ്പിക്കുന്നത് എന്താ? മദീന യുദ്ധത്തിൻ്റെ നാടായിരുന്നു, മദീനയിൽ നിന്നാണ് മുഴുവൻ സൈന്യങ്ങളും പോയത്, എന്തെല്ലാം പ്രചരിപ്പിക്കുന്നു. മറ്റു മതങ്ങളൊക്കെ കൊന്ന് ഇന്ത്യയിൽ സാമ്രാജ്യത്വം 3.5 കോടി ജനങ്ങളെ കൊന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ആഴം ആലോചിച്ച് നോക്കി. ബാക്കിയുള്ള രാഷ്ട്രങ്ങളിലൊക്കെ എത്ര കൊന്നിട്ടുണ്ടാവും? ഇതിൻ്റെ 100-1 1000-1 പോലും മദീന പിന്നീട് ഭരിച്ചവർ കൊന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത്തരം 100 കൂട്ടം മഹിതമായ കാര്യങ്ങൾ മദീനയെക്കുറിച്ച് അവതരിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അതിനുള്ളൊരു വേദിയായിട്ട് അള്ളാഹു നമ്മളുടെ ഈ വേദിയെ മാറ്റട്ടെ എന്ന് മാത്രം ഉണർത്തി മുഴുവൻ ഉസ്താദുമാർക്കും ഇവിടെ കൂടി എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്ന് മുഴുവൻ പ്രതിഭകൾക്കും മത്സര വിജയികൾക്കും മത്സരത്തിൽ പരാജയപ്പെടുന്നവർക്കും വിജയിക്കാത്തവർക്കും എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേർന്ന് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.